Hi all. Uh, Hello. Hi all. ഇപ്പോൾ സൗണ്ട് ഒക്കെ ഓഡിബിൾ അല്ലേ? എല്ലാവരും ക്ലിയർ അല്ലേ? ഓക്കെ. സോ വെൽക്കം ടു അനദർ സെഷൻ ഓഫ് ഇൻ ഫേവർ. മറ്റൊരു മാത്തമാറ്റിക്സ് സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡിവിസിബിലിറ്റി ടെസ്റ്റ് എന്ന ടോപ്പിക്കാണ് അല്ലേ? സോ ഡിവിസിബിലിറ്റി ടെസ്റ്റ് എന്ന ടോപ്പിക്കിൽ ഞാൻ മെറ്റീരിയൽ ഇന്ന് ഞാൻ എന്ത് ചെയ്യാം ഗ്രൂപ്പിൽ ഇടാം കേട്ടോ നിങ്ങളുടെ. ഓക്കെ, ഡിവിസിബിലിറ്റി ടെസ്റ്റ് എന്ന ടോപ്പിക്കിൽ നമ്മൾ 2-ന്റെ 4-ന്റെ 8-ന്റെ 16-ന്റെ 16 അല്ല 32 വന്നാലും എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. 3 9 പറഞ്ഞു, 5 പറഞ്ഞു, 10 പറഞ്ഞു, 6 പറഞ്ഞു, 11 പറഞ്ഞു അല്ലെ. ദെൻ ഇതിന്റെയൊക്കെ ഇടയിൽ വരുന്ന കോമ്പിനേഷണൽ ലോജിക്കുകളും കുറച്ച് പറഞ്ഞു അല്ലെ. സോ ആ ഒരു അവസ്ഥയിലാണ് നമ്മൾ നിർത്തിയിരിക്കുന്നത്. റെഡി? ഓക്കെ. സോ നെക്സ്റ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്, ഞാൻ എല്ലാം പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. എല്ലാം എന്താണ്, ഏതാണ്ട് ഒരു സിമിലർ ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, അതായത് സിമിലർ ആയിട്ടുള്ള സാധനങ്ങളാണ് ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് തന്നെ 2-ന്റേത് 4-ന്റേത് 6-ന്റേത് 8-ന്റേത് 2-ന്റേത് 4-ന്റേത് 6-ന്റേത് 8-ന്റേത് ആണെങ്കിൽ എന്താണ് വളരെ സിമിലർ ആയിരുന്നു, അതുകൊണ്ട് അത് ഫസ്റ്റ് പറഞ്ഞു. സോ 2-ന്റെ 4-ന്റെ 8-ന്റെ 16-ന്റേത് അല്ലെ, ഇതൊക്കെ സിമിലർ ആയിരുന്നു, അത് ഫസ്റ്റ് പറഞ്ഞു. ദെൻ 3 9 സിമിലർ ആയിരുന്നു, അത് പിന്നെ പറഞ്ഞു. 5 10 പിന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഞാൻ ജസ്റ്റ് സൂചിപ്പിച്ചു. ദെൻ 6 യുണീക്, 6 2-ന്റെയും 3-ന്റെയും പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. ദെൻ 11 പറഞ്ഞു. ഓക്കെ, അവിടെ സ്റ്റോപ്പ് ചെയ്തു അല്ലെ. ദെൻ ഇതിന്റെ കോമ്പിനേഷൻ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തതാണ്. റെഡി? സോ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളത് 7-ന്റേതാണ്. 7-ന്റേതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ളത് തന്നെയാണ്, ഇതുവരെ ഉള്ളത് പഠിച്ചതുപോലെ തന്നെ കേട്ടോ. അപ്പൊ നമുക്ക് 7-ന്റെ ജസ്റ്റ് നോക്കാം. ഇനി അങ്ങോട്ട് വരുന്ന 7 13 17 19 ആ ഒരു ഏരിയയിലുള്ള പ്രൈം നമ്പേഴ്സ് ആണ് പ്രധാനമായിട്ടും വരുന്നത്. ശരി, അപ്പൊ നമ്മള് 7-ന്റെ കേസിലേക്ക് വരുമ്പോൾ, 7-ന്റെ കേസിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ യൂണിറ്റ് ഡിജിറ്റ് പിടിക്കുക. യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ, ലാസ്റ്റ് ഡിജിറ്റ് പിടിക്കുക. ഓക്കെ, 2254 അല്ലെ, ഈ നമ്പർ ഏതാണ് മക്കളെ, 2254. ഈ 2254 എന്ന നമ്പറിൽ യൂണിറ്റ് ഡിജിറ്റ്, അതായത് ലാസ്റ്റ് ഡിജിറ്റ് എത്രയാ, ലാസ്റ്റ് ഡിജിറ്റ് 4 ആണ് അല്ലെ. സോ അതിനെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, -2 കൊണ്ട് മൾട്ടിപ്ലൈ, ദാറ്റ് ഇസ് -8. ദെൻ റിമൈനിങ് ആയിട്ടുള്ള നമ്പർ ഇവിടെ ചെയ്താൽ 225 -8 എത്ര വന്നു, 217 വന്നു. 200 എത്ര വന്നു മക്കളെ, 17 വന്നു. സോ ആ ലോജിക്ക് മനസ്സിലായോ? നമുക്കൊരു 4 ഡിജിറ്റ് നമ്പർ ആണ് തന്നിട്ടുള്ളത്, അതിന്റെ 4ാമത്തെ ഡിജിറ്റ്, അതായത് അതിന്റെ യൂണിറ്റ് ഡിജിറ്റ് എന്ത് ചെയ്യുക, പിക്ക് ചെയ്യാം. അതിന്റെ യൂണിറ്റ് ഡിജിറ്റ് പിക്ക് ചെയ്യുക. യൂണിറ്റ് ഡിജിറ്റ് പിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എന്നതാ ചെയ്യേണ്ടത്, അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ദെൻ റിമൈനിങ് ആയിട്ടുള്ള ആ ഒരു പോർഷനെ ആ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത സാധനം കൊണ്ട് എന്ത് ചെയ്യാം, മൈനസ് ചെയ്യുക. ദാറ്റ് യു വിൽ ഗെറ്റ് 217, 217 കിട്ടുന്നു അല്ലെ. ദെൻ വീണ്ടും 217 വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് തന്നെ എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 217നെ ഡിവൈഡ് ചെയ്ത് 21-ലും 7 പോകും 3 പ്രാവശ്യം, അതുപോലെ എന്താണ് 7-ലും 3 പോകും 1 പ്രാവശ്യം, 31 പ്രാവശ്യം ഡിവിസിബിൾ ആണ് എന്ന രീതിയിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ചെയ്യാം. അതായത് എന്താണ്, സിമ്പിൾ ആണ്. ബൈ 7 ചെയ്തു നോക്കിയോ. അപ്പോ 2-ൽ പോയില്ല, 21-ൽ എത്ര പ്രാവശ്യം, 3 പ്രാവശ്യം. ബാക്കി 7 ആണുള്ളത്, 7 എത്ര പ്രാവശ്യം, 1 പ്രാവശ്യം. 31 പ്രാവശ്യം, റിമൈൻഡർ എന്താണ്, 0 ആണ്. സോ ഈ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആൻസർ പിക്ക് ചെയ്യാം. ബട്ട് ഇൻ കേസ് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ അറിയില്ല എന്ന് വിചാരിക്കും, കുറച്ചുകൂടെ നിങ്ങൾ എന്താ പറയാ ബിഗിനർ ലെവലുള്ള കുട്ടികളാണെങ്കിൽ 217 എഴുതുക, ഇതിൽ ഈ 7-നെ പിക്ക് ചെയ്യുക കേട്ടോ. ഈ 7-നെ പിക്ക് ചെയ്യുക, എന്നിട്ട് 7-ന്റെ ഡബിൾ എത്രയാ, 14. ബാക്കിയുള്ള 21 എന്ത് ചെയ്യുക, ഈ 14 കുറയ്ക്കാം. അപ്പൊ എത്ര കിട്ടി നിങ്ങൾക്ക്, 7 കിട്ടി. 7 7-ന്റെ മൾട്ടിപ്പിൾ ആണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാതൊന്നുമില്ലല്ലോ. 7 7-ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ, അതായത് എന്താണ്, ഇനി റിമൈനിങ് ആയിട്ടുള്ള നമ്പർ എന്താണോ അത് 7-ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ഈ നമ്പർ എന്താണ്, 7-ന്റെ മൾട്ടിപ്പിൾ ആണ്. 7-ന്റെ ഡിവിസിബിലിറ്റി ടെസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് പറയാം. സോ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ഏതൊരു നമ്പർ കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് എന്താണ്, നമ്മൾ ചെയ്യേണ്ടത് ലാസ്റ്റ് നമ്പറിനെ റൗണ്ട് ചെയ്യുക. ലാസ്റ്റ് നമ്പറിനെ റൗണ്ട് ചെയ്തിട്ട് അതിനെ എടുത്തിട്ട് എന്ത് ചെയ്യുക, അതിനെ ഡബിൾ ചെയ്യുക. റിമൈനിങ് ആയിട്ടുള്ള നമ്പർ എടുത്ത് എന്ത് ചെയ്യുക, ഇവിടെ കൊണ്ടുപോയി ഫിക്സ് ചെയ്യുക അല്ലെ. ഫിക്സ് ചെയ്തിട്ട് അതിന് മൈനസ് ചെയ്യുക, എന്നിട്ട് ബാക്കിയുള്ള നമ്പർ ഇവിടെ വെക്കുക. ഓക്കെ, ഇനി ഇത് ഡിവിസിബിൾ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക, വീണ്ടും ലാസ്റ്റ് നമ്പർ ഡൗൺ ചെയ്യുക. ആ ലാസ്റ്റ് നമ്പറിന് എന്ത് ചെയ്യുക, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും, 21 - 14, ദാറ്റ് ഇസ് നത്തിങ് ബട്ട് 7 വരുന്നതാണ്. റെഡി? അപ്പൊ 7 കിട്ടിക്കഴിഞ്ഞു. സോ ഡിവിസിബിലിറ്റി ചെക്ക് പൂർത്തിയായി. ഓക്കെ, ഓക്കെ അല്ലേ, എല്ലാവർക്കും സെറ്റ് അല്ലേ?
ഓക്കെ അല്ലേ? റെഡി? ബിക്കോസ് നമുക്കിവിടെ സ്പേസ് ഇല്ല, നമുക്ക് ഒരു നമ്പറോട് ചെയ്യാനുണ്ട്, അതുകൊണ്ടാണ്. 225 മൈനസ് 8 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും? 217 കിട്ടും. 217 divisible in 7 കിട്ടുവാണെങ്കിൽ അവിടെ തന്നെ ആൻസർ ചെയ്യാം. ഞാൻ പറഞ്ഞു പരമാവധി എന്ത് ചെയ്യുക, കാൽക്കുലേഷൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, സ്പീഡ് ആക്കുക. കാൽക്കുലേഷൻ സ്പീഡ് അപ്പ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ പല ആവശ്യങ്ങൾക്കായിരിക്കും, ഫോട്ടോ എഡിറ്റ് ചെയ്യാനും മറ്റ് പല കാര്യങ്ങൾക്കായി പല ആപ്പ് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ നിങ്ങൾക്ക് എന്താ പറയാ, മാത്ത് ട്രിക്സ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാൽക്കുലേഷൻസ് സ്പീഡ് അപ്പ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ കാൽക്കുലേഷൻസ് ബിഗിനർ ലെവൽ, അഡ്വാൻസ് ലെവൽ എന്ന് പറഞ്ഞാൽ തന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ആപ്പ് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാൽക്കുലേഷൻ കുറച്ച് സ്പീഡ് ആക്കാൻ പറ്റും. പിന്നെ ഇങ്ങനത്തെ ഈ 217/7 അങ്ങനത്തെ സിമ്പിൾ ആയിട്ടുള്ള കാൽക്കുലേഷൻസ് ഒന്നും ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഓക്കെ, റെഡി? അപ്പം നോക്കുക, ഇനി 348 ഡിവിസിബിൾ ആണോ? ആയിരിക്കില്ല അല്ലെ? ഇന്നലത്തെ സെഷൻ അറ്റൻഡ് ചെയ്തവരാണെങ്കിൽ മനസ്സിലാവും. സാറ് പൊതുവെ തന്നിട്ടുള്ള എന്താണ്, ഒരെണ്ണം ഡിവിസിബിൾ ആയിട്ടുള്ളതും ഒരെണ്ണം ഡിവിസിബിൾ അല്ലാത്തതുമാണ് അല്ലെ? ഓക്കെ, വാട്ട് നമുക്ക് നോക്കാം. നമുക്കിപ്പോ ടെസ്റ്റ് ചെയ്യാനുള്ള പരിപാടി അറിയാലോ. എന്ത് ചെയ്തു, 8നെ റൗണ്ട് ചെയ്തു, ബാക്കി എത്രയുള്ളത്? 34. 34 മൈനസ് 8ന്റെ ഡബിൾ എത്രയാ മോനെ? 16. 8ന്റെ ഡബിൾ എത്രയാണ്? ഓക്കെ, 8ന്റെ ഡബിൾ എത്ര മക്കളെ? 16 അല്ലേ? 8ന്റെ ഡബിൾ 16 ആണ്. നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടി? 18 കിട്ടി. 18 ഡിവിസിബിൾ ആണോ 8ൽ? സോറി, 7ൽ. 18 7ൽ ഡിവിസിബിൾ ആണോ? 2 പ്രാവശ്യം നിങ്ങൾക്ക് കിട്ടും. പക്ഷെ നിങ്ങൾക്ക് എന്താണ്, റിമൈൻഡർ എത്ര വരുന്നുണ്ട് മോനെ? 4 വരുന്നുണ്ട്. സോ ഇത് വർക്ക് ആവോ? ഈ അടവ് ഇവിടെ പോവില്ല, ഇത് വർക്ക് ആവത്തില്ല. ഓക്കെ, സോ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. എന്താണ്, ഇത് ചെയിൻ ആയിട്ട് ഇങ്ങനെ ഡിവൈഡ് മൈനസ് ചെയ്ത് പോരുന്ന പരിപാടിയാണ്. പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചൊന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ടപ്പേ പറഞ്ഞാൽ ആൻസർ ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് എന്താ പറയാ, 5 സെക്കൻഡ്, 3 സെക്കൻഡ്, 4 സെക്കൻഡ്, മാക്സിമം 10 സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ഉണ്ടാവുള്ളൂ. കുറച്ചുകൂടെ ലെങ്തി ആയിട്ടുള്ള ഒരു 5 ഡിജിറ്റ് നമ്പർ, 6 ഡിജിറ്റ് നമ്പർ ഒക്കെ നിങ്ങൾക്ക് തരുന്നുണ്ടാവുക. അങ്ങനെ തരുവാണെങ്കിൽ എന്താണ്, വലിയൊരു പ്രയാസമില്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ചെയ്ത് ഫലിപ്പിക്കാൻ പറ്റും. ഓക്കെ, റെഡി? അപ്പൊ ഡിവിസിബിലിറ്റി ഓഫ് 7 ഏകദേശം ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ട്രിക്സ് വേറെ ഉണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരെണ്ണം പിടിച്ചു നിൽക്കുക. ഞാൻ എപ്പോഴും പഠിപ്പിക്കുന്ന പിള്ളേരോട് പറയാറുള്ളത്, നിങ്ങൾ ഒരു മെത്തേഡ് പക്കയായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. എല്ലാ ക്വസ്റ്റിനും അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡ് എന്ത് ചെയ്യുക, പക്കയായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അതുപോലെ എല്ലാത്തിനും ഒരു ഏരിയ, ഒരു കാര്യം പഠിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക, ഒരു ടൈപ്പ് രീതി മാത്രം ഫോളോ ചെയ്യുക. ഒരുപാട് ടൈപ്പ് രീതി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, നിങ്ങൾക്ക് എക്സാമിന് ഡൗട്ട് വരും, എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്താണ്, 340 ഡിവിസിബിൾ അല്ല. ബിക്കോസ് എന്താണ്, നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുള്ള നമ്പറിൽ റിമൈൻഡർ വരുന്നുണ്ട്, കംപ്ലീറ്റ്ലി 7ൽ ഡിവിസിബിൾ ആവുന്നില്ല. ഓക്കെ, അപ്പൊ ഇതാണ് ട്രിക്ക് കേട്ടോ. അപ്പൊ 7ന്റെ ട്രിക്ക് എന്താണ്, ലാസ്റ്റ് ഡിജിറ്റിനെ -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, മൈനസ് ചെയ്യുക. ഓക്കെ, ക്ലിയർ അല്ലേ? പക്കയല്ലേ? ഓക്കെ അല്ലേ? ഷുവർ അല്ലേ? റെഡി? അപ്പൊ നമ്മള് 13ലേക്ക് പോവാം. എന്തിലേക്ക് നമ്മൾ പോകുന്നത്? നെക്സ്റ്റ് ആയിട്ട് 13ലേക്കാണ് പോകുന്നത്. 13ലേക്ക് പോകുമ്പോഴും സിമിലർ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. ലാസ്റ്റ് ഡിജിറ്റ് ആയിട്ടുള്ള 5 ഞാൻ എടുത്തു. ലാസ്റ്റ് ഡിജിറ്റ് ആയിട്ടുള്ള 5 എടുത്തു. റിമൈനിങ് ആയിട്ടുള്ള 19 ഞാൻ ഇവിടെ എഴുതി. 19 ഞാൻ ഇവിടെ എഴുതി. പ്ലസ് ലാസ്റ്റ് ഡിജിറ്റ് ആയിട്ടുള്ള 5നെ +4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്നുള്ളതാണ് കേട്ടോ. റൂൾ എന്നാണ്, ലാസ്റ്റ് ഡിജിറ്റിനെ +4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 5 × +4 എത്രയാണ്? 20. സോ എത്ര വരും? 39 വരും. ഞാൻ പറഞ്ഞു ഫസ്റ്റ് ക്ലാസ് കഴിഞ്ഞ് രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് വരുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, 20 വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ് പഠിച്ചു വരണം. എന്ന് വെച്ചാൽ ചില്ലറ പണിയൊന്നല്ലല്ലോ ഓരോ ക്ലാസ് കഴിയുമ്പോൾ തരുന്നതെന്നുള്ളത് നിങ്ങൾ ആലോചിക്കരുത്. ഓരോന്നും ചെയ്താൽ തന്നെ അതിന്റെ റിസൾട്ട് നമുക്ക് ഉണ്ടാവത്തുള്ളൂ കേട്ടോ. ഓക്കെ, സോ 19 + 20 എന്ത് വന്നു? 39 വന്നു. ഒരു 13 13, 2 13 26, 3 13 എന്താണ്? 39 ആണ്. 4 13 ആണ്, 52 ആണ്. സോ എന്താണ്, 39ൽ 13 ഡിവിസിബിൾ ആണ്. എത്ര പ്രാവശ്യം? 3 പ്രാവശ്യം. സാറ്റിസ്ഫൈഡ്? ഓക്കെ, അടുത്തത് 3148. ഞാൻ എന്ത് ചെയ്തു? 314 ഇവിടെ ഇട്ടു. എന്തിട്ടു മക്കളെ? 314 ഇവിടെ ഇട്ടു. 314 ഇവിടെ ഇട്ടു.
8നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര കിട്ടും? 8നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 32. 6 4 3 346. വലിയ ധാരണ ഇല്ല അല്ലെ? ക്ലിയർ ആവില്ല. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? വീണ്ടും 6നെ റൗണ്ട് ചെയ്തു 34 പ്ലസ് 6 ഇൻറ്റു എത്ര? 4 ടൈംസ് എത്ര? 24. എത്ര വന്നു? 58. 58ൽ 13 പോവോ? 58 13 പോവത്തില്ല. എന്താ? ഞാൻ പറഞ്ഞു 13, 26, 39, 52, then 65 വരുന്നത്. ഓക്കെ, സോ എന്താണ്? നോട്ട് ഡിവിസിബിൾ അല്ലേ? 13 ഡിവിസിബിൾ അല്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് ഡിവിസിബിൾ അല്ല എന്ന് പറയാം. സോ ഡിവിസിബിലിറ്റി ഓഫ് 17ൽ നമ്പേഴ്സ് ഏതൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്? 187 എന്ന് പറഞ്ഞ നമ്പർ എടുത്തിട്ടുണ്ട്. 187 എന്ന് പറഞ്ഞ നമ്പർ എടുത്തിട്ടുണ്ട്. ദെൻ 1701 എന്ന് പറഞ്ഞ നമ്പർ എടുത്തിട്ടുണ്ട്. ഓക്കെ, ശരി, 187 ഫസ്റ്റ് നോക്കാം. അപ്പൊ അതിനുമ്പ് ഇതിന്റെ ട്രിക്ക് എന്താന്ന് അറിയണ്ടേ? ഡിവിസിബിലിറ്റി ഓഫ് 17ന്റെ ട്രിക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? -5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. -5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. -5 ആണ് ഇവിടുത്തെ ട്രിക്ക്. ഓക്കെ, അപ്പൊ എങ്ങനെ അത് വർക്ക് ആവുന്ന നോക്കാം. 18 അല്ലേ? എന്ന് വെച്ചാൽ യൂണിറ്റ് ഡിജിറ്റ് ഞാൻ മാറ്റി വെച്ചു. 18. പിന്നെന്താണ്? -5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 7നെ -5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര വരും? 35. അപ്പൊ 18 - 35 എത്ര വരും മോനെ? -17. -17 എന്ന് പറയുമ്പോൾ എന്താണ്? 7ന്റെ മൾട്ടിപ്പിൾ ആണ്. സോറി, 17ന്റെ മൾട്ടിപ്പിൾ ആണ്. സോ സാറ്റിസ്ഫൈഡ് ആണ്. റെഡി? സാറ്റിസ്ഫൈഡ് ആണ്. വേറൊരു നമ്പർ പറയാം. 17ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള വേറൊരു നമ്പർ പറയാം. നമുക്ക് ഒരു 510 എടുക്കാം. ഓക്കെ, 510 എടുക്കുന്ന സമയത്ത് എങ്ങനെ വരുന്നു നോക്കിയോ? ല് 0 ആണ് അല്ലേ? ഓക്കെ, അത് വേണ്ട. മറ്റൊരു നമ്പർ എടുക്കും. നമ്മൾ സാർ ഉഡായിപ്പ് എക്സാമ്പിൾ ഇട്ട പോലെ തോന്നുന്നു നിങ്ങൾക്ക്. 5 5 5 5 5 27 527 7 പിക്ക് ചെയ്തു ഞാൻ. ബാക്കി എത്ര ഉണ്ട്? 52. 7 into 5 പറ. 35. 7 into 5 എത്രയാ? 35. റിമൈൻഡർ എത്ര വരും? 17 വരും. റിമൈൻഡർ എത്ര വരും മോനെ? റിമൈൻഡർ 17 വരും. റിമൈൻഡർ 17 ഡിവിസിബിൾ ആണെന്നുള്ള നമുക്ക് അറിയാലോ അല്ലെ? സോ 527 എന്താണ്? ഡിവിസിബിൾ ആണ്. ഇനി 1701 എന്ന നമ്പർ ആണ് നമുക്ക് അടുത്തതായിട്ട് ചെയ്യാനുള്ളത്. അതിനുവേണ്ടി ഞാൻ 1 എടുത്തു. അതിനുവേണ്ടി ഞാൻ എത്ര എടുത്തു? 1 എടുത്തു. ബാക്കി എത്രയാ? 170. 1 into -5 എത്രയാ? -5. 165. 165ൽ 7 ഡിവിസിബിൾ ആണോ? സോറി, 17 ഡിവിസിബിൾ ആണോ? ഓക്കെ, എന്നിട്ട് നമുക്ക് ഏതാണ് നമുക്ക് സമയലാഭം എന്ന് വെച്ചാൽ ഇത് നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയെങ്കിൽ നമുക്ക് അറിയാം എന്താണ്? 170ൽ എന്താണ് 10 പ്രാവശ്യം പോകും. 153ൽ 17 പ്രാവശ്യം പോകും. 9 പ്രാവശ്യം പോകും. പോകത്തില്ല എന്നറിയാം. ഇനിയിപ്പോൾ അഥവാ അത് ലേശം ബുദ്ധിമുട്ടിന് എന്ത് ചെയ്യുക? 5 കൊണ്ട് റൗണ്ട് ചെയ്യുക. 16 ഇങ്ങോട്ട് എടുക്കുക. 5 into 5 എത്ര വന്നു? 25. റിമൈൻഡർ പറയും 11 അല്ലെ? ഡിഫറൻസ് എത്ര വരുന്നത്? 11 ആണോ? അല്ല. എത്ര വരുന്നത്? 9 ആണ് വരുന്നത് അല്ലെ? റിമൈൻഡർ എത്ര വരുന്നത്? 9 ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ പറയാം? റിമൈൻഡർ 9 വരുന്നു. സോ റിമൈൻഡർ വരാൻ പാടില്ല. സോ ഡിവിസിബിലിറ്റി ചെക്ക് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. സോ 1701 എന്തല്ല? 17ന്റെ മൾട്ടിപ്പിൾ അല്ല എന്ന് പറയാം. ഓക്കെ, റെഡി? ക്ലിയർ ആണോ? ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ദെൻ ഡിവിസിബിലിറ്റി ഓഫ് 19 എന്ന നമ്പറിന്റെ ഡിവിസിബിലിറ്റി ടെസ്റ്റ് ആണ് അടുത്തതായിട്ട് പറയുന്നത്. ഓക്കെ, 19 എന്ന നമ്പറിന്റെ ഡിവിസിബിലിറ്റി ടെസ്റ്റ് ആണ് നമ്മൾ അടുത്തതായിട്ട് പറയുന്നത്. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ ഞാൻ ഫസ്റ്റ് ആയിട്ട് 114 ഇട്ടു. 114 ഇട്ടു. അപ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് പിക്ക് ചെയ്യുക. +2 ആണ് കേട്ടോ ഇവിടുത്തെ റോള്. +2 എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോഴത്തെ റോൾ നിങ്ങൾക്ക് ഏതാണ്ട് പിടുത്തം കിട്ടിയിട്ടുണ്ടാവും അല്ലേ? ലാസ്റ്റ് ഡിജിറ്റ് എടുക്കുക, അതിന് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യുക.
എത്ര കിട്ടും? 8 കിട്ടും അല്ലേ? 4 × 2 8 കിട്ടും. അപ്പോൾ എത്ര കിട്ടി? 19. ഡിവിസിബിൾ ഇൻ 19 ആണോ? 19 ഡിവിസിബിൾ ഇൻ 19 ആണോ? 19 ഷുവർലി ഡിവിസിബിൾ ഇൻ 19 ആണ്. സോ ഇറ്റ് ഇസ് ട്രൂ, സാറ്റിസ്ഫൈഡ്. ഓക്കെ. സോ ഡിവിസിബിലിറ്റി ഓഫ് 19 എന്ന പരിപാടി നമ്മൾ ചെയ്തു. ഡിവിസിബിലിറ്റി ഓഫ് 19 എന്ന പരിപാടി നമ്മൾ ചെയ്തു. അപ്പോൾ എത്ര കിട്ടി? സാറ്റിസ്ഫൈഡ് ആണല്ലോ? ആണ്. അടുത്ത 2109 2109 എന്ന ഒരു കൺസെപ്റ്റ്, ഒരു ക്വസ്റ്റ്യനിലേക്ക് വരാം. അതിന് മുമ്പേ 2109 മുമ്പേ നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് ഒരു സാധനം തരാം. ടു 19 ഡിവിസിബിൾ ആണോ എന്നുള്ളത് നോക്കുക കേട്ടോ. ഓക്കെ, ഞാൻ 2109 കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നപ്പോഴാണ്. ഓക്കെ, സോ 2109 210 പ്ലസ് 210 പ്ലസ് 9 ഉണ്ട് അല്ലേ? 9 എത്ര കൊണ്ട് മൾട്ടിപ്ലൈ? 2 കൊണ്ട് മൾട്ടിപ്ലൈ. എത്ര വരും? 18 228. എത്ര വന്നു മക്കളെ? 228. എന്താ അവസ്ഥ? ഡിവിസിബിലിറ്റി നോക്കണം അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 8 വീണ്ടും റൗണ്ട് ചെയ്യുക. 8 വീണ്ടും റൗണ്ട് ചെയ്യുക. അപ്പോൾ പറഞ്ഞോ എത്ര? 22 പ്ലസ് ലാസ്റ്റ് ഡിജിറ്റ് ആയിട്ടുള്ള 8. 8 എത്ര കൊണ്ട് മൾട്ടിപ്ലൈ? 2 കൊണ്ട് മൾട്ടിപ്ലൈ. എത്ര വരും? 16. 38. 38ൽ 19 പോവോ? 2 പ്രാവശ്യം പോകും അല്ലേ? 19 38 57 76 95 114. അങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പോകുന്നത്. സോ രണ്ടും ഡിവിസിബിൾ ആണ്. നമ്മൾ ഡിവിസിബിൾ അല്ലാത്ത നമ്പർ ഇവിടെ എടുത്തിട്ടില്ല. ഒരെണ്ണം വേണേൽ എടുത്ത് ചെയ്ത് നോക്കാം. നമുക്ക് ഡിവിസിബിൾ അല്ലാത്തൊരു നമ്പർ എടുത്ത് നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ എന്തെടുത്തു? 5705 ഈ നമ്പർ എടുത്തു. 5 റൗണ്ട് ചെയ്തു. 5നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 570 പ്ലസ് 10 എത്ര വരും? 580 വരും. 500 എത്ര വരും? 80 വരും അല്ലേ? ഓക്കെ, ഇത് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 0 റൗണ്ട് ചെയ്യുക. ഓക്കെ, ബാക്കി 58 വരും. 58ഉം 2 × 0 എന്ന് പറഞ്ഞാൽ 0 തന്നെ. 58 പ്ലസ് 0 എത്ര വരും? 58 തന്നെ. 58ൽ 19 പോവോ? ഇല്ല. 19 58ൽ 19 പോവോ? ഇല്ല. 58 പോകില്ല. എന്തുകൊണ്ടാ? 19 38 കഴിഞ്ഞാൽ എത്രയാ? 57 ആണ് പിന്നെ വരുന്നത് അല്ലേ? 58ൽ പോകത്തില്ല. സോ 5705 എന്തല്ല? 19ന്റെ ഡിവിസിബിലിറ്റി സാറ്റിസ്ഫൈ ചെയ്യാത്തൊരു നമ്പറാണ്. 19 ഡിവിസിബിലിറ്റി സാറ്റിസ്ഫൈ ചെയ്യാത്തൊരു നമ്പറാണ്. ഓക്കെ, റെഡി? സോ ഇൻ ബ്രീഫ് ഞാൻ പറയുവാണെങ്കിൽ 7ന്റെ ഡിവിസിബിലിറ്റിയിൽ നമ്മൾ എത്ര എടുക്കുന്നത്? നമ്മൾ -2 ആണ് എടുക്കുന്നത് അല്ലേ? -2 യൂണിറ്റ് ഡിജിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. then എന്ത് ചെയ്യും? റിമൈനിങ് ആയിട്ടുള്ള സാധനം അതിനോട് അങ്ങോട്ട് ആഡ് ചെയ്യും. 13 ആണെങ്കിലോ? 13ന്റെ കേസ് ആണെങ്കിലോ? പറ. +4 അല്ലേ? 17 ആണെങ്കിൽ -5. 19 ആണെങ്കിലോ? +2. 19 ആണ് എന്താ മക്കളെ? +2. അപ്പൊ അങ്ങനെ ഇരിക്കും. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? സോ നമുക്ക് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് കൺവേർട്ട് ചെയ്യും കേട്ടോ. 7ന്റെ ഡിവിസിബിലിറ്റി ആണ്. 2254 ആണ് നമ്പർ. 2254 ആണ് നമ്പറെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 225 then എന്താ ഞാൻ പറഞ്ഞത്? 7ന്റെ -2 ആണ് അല്ലേ? സോ 4 × -2 225 മൈനസ് എത്ര വരും? 8 വരും. 217 വരും. ഓക്കെ, 217ൽ നമുക്ക് അറിയത്തില്ലെങ്കിൽ എന്ത് ചെയ്യുക? 21 അവിടെ വെക്കുക. 7 × 2 എത്ര വരും? 14 വരും. 21 - 14 എത്ര വരും? 7. 7ൽ 7 ഡിവിസിബിൾ ആണ്. അല്ലെങ്കിൽ 217 വരുമ്പോൾ തന്നെ എന്ത് ചെയ്യുക? 9 സ്റ്റെപ്പ് തന്നെ ആൻസർ ചെയ്യാം. റെഡി? then ഡിവിസിബിലിറ്റി ഓഫ് 13 ആണ്. +4 ആണ് ചെയ്യേണ്ടത്. 195 ആണ് നമ്മൾ എടുത്ത നമ്പർ.
അല്ലേ? സോ 195ന്റെ 5 നമ്മൾ ക്യാപ്ചർ ചെയ്യുക. 19 പ്ലസ് 5 into 4 എത്ര വരും മക്കളെ? 20. 5 into 4 എത്ര വരും മക്കളെ? 20 വരും. സോ 19 plus 20 എത്ര വരും? 39. 39ൽ 13 ഡിവിസിബിൾ ആണോ? ആണോ? ആണ്. 3 times. 3148 എടുക്കുന്ന സമയത്ത് 31 4 എടുക്കുക. ദെൻ 8 into 2. അത് ഞാൻ ചെയ്ത് ഇവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ. ദെൻ ഓക്കെ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? 17ൻ്റെതാണ്. 17ൻ്റെതാണെങ്കിൽ എങ്ങനെയാ മക്കളെ? പ്ലസ് 5 ആണ്. ഇവിടുത്തെ ലോജിക്ക് എന്താണ് മക്കളെ? പ്ലസ് 5 ആണോ അല്ലെങ്കിൽ -5 ആണോ? -5 ആണ് ഇവിടുത്തെ ലോജിക്ക് അല്ലേ? സോ എന്ത് ചെയ്യുക? 527 എടുത്തു. ലാസ്റ്റ് ഡിജിറ്റ് റൗണ്ട് ചെയ്തു. 52. ദെൻ 7നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ എത്ര വരും? 35. റിമൈൻഡർ 17. ഓക്കെ. ദെൻ നെക്സ്റ്റ് 187 ചെയ്ത് നോക്കൂ. 18 അവിടെ വെച്ചു. 7നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 35. 18 മൈനസ് 35 എത്ര വന്നു? -17 വന്നു. സോ 170 ആണ് അടുത്ത നമ്പർ. 170 മൈനസ് 1 into 5 എത്ര വരും? 5. ദാറ്റ് ഇസ് 165 വരും. റെഡി? ദെൻ അടുത്തതായിട്ട് ഡിവിസിബിലിറ്റി ഓഫ് എത്രയാണ്? 19 ആണ്. 19ന്റെ ഡിവിസിബിലിറ്റി ആണ് അടുത്തതായിട്ട് വരുന്നത്. ഓക്കെ. 19ന്റെ ഡിവിസിബിലിറ്റിയിൽ +2 ആണ് ലോജിക്ക് വരുന്നത്. 114 ആണെങ്കിൽ എങ്ങനെ ചെയ്യാം? 11 അവിടെ വെക്കുക. ദെൻ എന്താണ്? 4നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 8 വന്നു. ദാറ്റ് ഇസ് 19 വരും. 19ൽ 19 ഡിവിസിബിൾ ആണ്. 2109 വന്നപ്പോഴും സിമിലർ പ്രൊസീജിയർ. എത്ര പ്രാവശ്യം വേണമെങ്കിൽ ഇത് ചെയ്യാന്നുള്ളതാണ് ഇതിന്റെ ഈ ഒരു ലോജിക്കിന്റെ കാര്യം എന്ന് പറയുന്നത് കേട്ടോ. 210 പ്ലസ് ലാസ്റ്റ് ഡിജിറ്റ് 9 എടുത്തു. 9ന്റെ ഡബിൾ 18. 228. കാൽക്കുലേഷൻ സ്പീഡപ്പ് ആക്കണം കേട്ടോ. ഞാൻ പറഞ്ഞ ആപ്പ് യൂസ് ചെയ്തിട്ടോ. എങ്ങനെയാണ് നിങ്ങൾ കാൽക്കുലേഷൻ സ്പീഡപ്പ് ആക്കണം? അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഇത്രയും കാൽക്കുലേഷൻ ഒക്കെ എങ്ങനെയായി ഒരു സമയം കൊണ്ട് ചെയ്യാന്നുള്ള സാധനം വരും. ചെയ്യാൻ പറ്റും. പറ്റിയിട്ടുണ്ട്. കുട്ടികൾക്ക് പറ്റുന്നതാണ്. നിങ്ങൾക്കും പറ്റും. ഓക്കെ. ശരി. സോ അങ്ങനെയാണെങ്കിൽ നോക്കിയേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഞാൻ സ്ലൈഡിൽ ഞാൻ മെറ്റീരിയൽ ഇട്ടിട്ടുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോ. ഇഫ് ദ നമ്പർ 517*324 is completely divisible by 3, then the smallest whole number in the place of star is. Okay, 2 minutes സമയം തരാം, നിങ്ങൾ നോക്കിയേ. Come on. കിട്ടുമോ നിങ്ങൾക്ക് ആൻസർ? ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് നിങ്ങൾക്ക് എന്ത് SSCക്കും RRBക്കും ഒക്കെ ചോദിക്കാറുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഒരു നമ്പർ മിസ്സിംഗ് തന്നിട്ട് ആ നമ്പർ കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നോക്കിയോ, 3ന്റെ ലോജിക് എന്ന് പറഞ്ഞാൽ എന്താ? സം ഓഫ് ഡിജിറ്റ്സ് എന്തായിരിക്കണം? 3ൽ ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പർ ആയിരിക്കണം. 5 + 1 6, 6 + 7 13, 13 3 16, 16 16 2 പറ, 16 2 എത്രയാ? 18, 18 4 22. പിന്നെ ഈ നമ്പർ നമുക്ക് സ്റ്റാർ നമുക്ക് എക്സ് ആക്കി എടുക്കാൻ വെച്ചാൽ, അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് വരും? 22 + x. 2 പ്രാവശ്യം നിങ്ങൾ ചെക്ക് ചെയ്തോണ്ട് കേട്ടോ. ഒന്ന് ഇങ്ങനെ തിരിച്ചും കൗണ്ട് ചെയ്ത് നോക്കുക. 4 + 2 6, 9, 9 16, 16 1 17, 17 5 22, 22 x. അപ്പൊ 22ഉം x കൂടെ ചേർന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? 3ൽ പെർഫെക്റ്റ്ലി ഡിവിസിബിൾ ആയിരിക്കണം അല്ലേ? അതായത് ഈ 22ഉം, അതായത് ഇപ്പൊ SOD കിട്ടിയിട്ടുള്ള 22ഉം ആ സ്റ്റാറിനെ ഞാൻ x ആക്കി എടുത്തു. അതും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കണം? 3ൽ പെർഫെക്റ്റ്ലി ഡിവിസിബിൾ ആയിരിക്കണം. അപ്പൊ നമുക്ക് x ആയിട്ട് നമുക്ക് എന്തെടുക്കാം മക്കളെ? 2 എടുക്കാം. x ആയിട്ട് എന്തെടുക്കാം മക്കളെ? 2 എടുക്കാം. x = 2 എടുക്കാം. നമ്മൾ ചോദിച്ചത് എന്തുകൊണ്ടാ? x = 2 എടുത്താൽ മാത്രമല്ല 5 എടുത്താലും നടക്കും. 27 ഡിവിസിബിൾ ആണ്. പക്ഷെ എന്താ പ്രശ്നം? നമ്മൾ ചോദിച്ചിരിക്കുന്നത് എന്താ? സ്മോളസ്റ്റ് ഹോൾ നമ്പർ എന്നാണ്. എക്സിന്റെ പൊസിഷൻ കൊടുക്കാവുന്ന സ്മോളസ്റ്റ് ഹോൾ നമ്പർ എന്നല്ല ചോദിച്ചിരിക്കുന്നത്. സ്മോളസ്റ്റ് ഹോൾ നമ്പർ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ കൂട്ടത്തിൽ ഒരേ പണി ചെയ്യാവുന്ന ആൾക്കാരാണ് 2ഉം 5. എന്ന് വെച്ചാൽ എന്താണ്? 22 + 2 ആയിട്ടുള്ള 24 ഡിവിസിബിൾ ആണ്. 22 + 5 ആയിട്ടുള്ള 27 എന്താണ്? 3ൽ ഡിവിസിബിൾ ആണ്. ബട്ട് ലോവസ്റ്റ് നമ്പർ ആണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യാം? 2 വെച്ച് കൊടുക്കുക. സോ ദ റിക്വയർഡ് നമ്പർ വിൽ ബി വാട്ട്? 517. എക്സിന്റെ സ്ഥലത്ത് 2, 3 2 4, 5 + 1 6, 6 7 13, 15 18, 18 2 20, 24. ഓക്കെ, റെഡി? അപ്പൊ നിങ്ങൾ അങ്ങനെ നോക്കണം കേട്ടോ. ആ രീതിയിൽ നോക്കിയാൽ തന്നെ ആൻസർ കിട്ടുള്ളൂ. അപ്പൊ എന്താണ്? ക്വസ്റ്റ്യനിൽ കുഞ്ഞു കുഞ്ഞു തെറ്റിക്കാവുന്ന വളരെ മനോഹരമായ കാര്യങ്ങൾ തന്നിട്ടുണ്ടാവും. അപ്പൊ എന്ത് ചെയ്യുക? അതൊക്കെ വളരെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഓക്കെ,
സ്മോളസ്റ്റ് ഹോൾ നമ്പർ നമ്മൾ കാര്യം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ചിലപ്പോൾ 5 മാർക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ബിക്കോസ് ഓപ്ഷൻ എ 2 ആയതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ നേരെ തിരിച്ച് ഓപ്ഷൻ എ 5ഉം ഓപ്ഷൻ ഡി 2 ആണെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾക്ക് 5 തന്നെ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് 27 കിട്ടി. ഓക്കെ, സാറ്റിസ്ഫൈഡ് അല്ല. ബിക്കോസ് എന്താണ്? സ്മോളസ്റ്റ് ഹോൾ നമ്പർ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ബാക്കി ഓപ്ഷൻസ് കൂടെ ചെക്ക് ചെയ്യണം. ഇവിടെ ഓപ്ഷൻ എ തന്നെ ആൻസർ ആയി വന്നുകൊണ്ട് വലിയ റിസ്ക് ഇല്ല എന്ന് മാത്രം. ഓക്കെ, ശരി. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ. If the number 481 star 673 is completely divisible by 9, then smallest whole number in the place of star will be. അപ്പോൾ സ്റ്റാർ ആണ് ഫുള്ള്, സ്റ്റാർ ആണ് ഇവിടുത്തെ സ്റ്റാർ. അപ്പോൾ സ്റ്റാറിന്റെ സ്ഥാനത്ത് ഞാൻ എന്ത് ചെയ്യുന്നു? എനിക്ക് എക്സ് ആണ് ഇഷ്ടം, ഞാൻ എക്സ് കൊടുത്തു. എന്തുകൊണ്ടാണ്? നിങ്ങളും പണ്ട് മുതലേ എക്സ് പഠിച്ച ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? 9ന്റെ ഡിവിസിബിലിറ്റി ആണ്. ദാറ്റ് ഇസ് എ ഫസ്റ്റ് ലൈൻ. സ്മോളസ്റ്റ് നമ്പർ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സാറ്റിസ്ഫൈ ആവുന്ന സ്മോളസ്റ്റ് നമ്പർ എക്സിന്റെ സ്ഥാനത്ത്, സ്റ്റാറിന്റെ സ്ഥാനത്ത് അല്ലേ? അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഡിവിസിബിൾ ബൈ 9 എന്ന സാധനം നോട്ട് ചെയ്തു. അപ്പൊ എന്റെ മനസ്സിലേക്ക് ഓടി വന്നു എന്ത്? SOD കണ്ടുപിടിക്കണം, സം ഓഫ് ഡിജിറ്റ്സ് കണ്ടുപിടിക്കണം. സം ഓഫ് ഡിജിറ്റ്സ് കണ്ടുപിടിക്കണം എന്നുള്ളത് എന്ത് ചെയ്തു? എന്റെ മൈൻഡിലേക്ക് ഓടി വന്നു. അപ്പൊ 4 + 8 12, 12 + 1 13, 13 + x വരും, 13 + x + 6, 19 + x, 19 + x ഉം 7ഉം 26 + x, 29 + x, 29 + x അല്ലേ? തിരിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കുക കേട്ടോ സ്പീഡിൽ. 10, 16, 16 1, 17, 17 8, 25, 25, 29, 29 + x അല്ലേ? അപ്പൊ 29നോട് എന്ത് ചേർന്നാലാണ് 9ല് വളരെ വൃത്തിയായിട്ട് ഡിവിസിബിൾ ആവുക? നിങ്ങൾ പറ. 4നെ കൊണ്ട് പറ്റുമോ? 33 ഇല്ല. 3 പറ്റൂല, 32. 6 പറ്റുമോ? 35 ഇല്ല. 7 ആണെങ്കിൽ 36. 29 + x എത്ര വരും? 36. സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ, 36 നടക്കും. അപ്പൊ 7 ആണ് ആൻസർ കേട്ടോ. സോ ദ റിക്വയർഡ് നമ്പർ വിൽ ബി 4, 8, 1, 7, 6, 7, 3. ആഡ് ചെയ്ത് നോക്ക്. 12, 12 1 13, 13 20, 26 26, 26 33, 36. Okay, ready? The required number is this. Ready? All of you? Set അല്ലേ എല്ലാവരും? ഓക്കെ അല്ലേ? ഓക്കെ, അടുത്തത് ഇത് ഒരു തവണ CGL വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. SSCയുടെ CGL വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. How many 3-digit numbers are divisible by 5 or 9? 5 or 9. ഇത് പണ്ട് നിങ്ങൾ സെറ്റ് തിയറി ഒക്കെ പഠിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇത് ലേശം ഒരു എളുപ്പമായിട്ടുള്ള സാധനമായിരിക്കും. അല്ലാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം ഇത് എങ്ങനെയാണെന്നുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു. ലേശം ഒന്ന് ഇലാബറേറ്റഡ് ആൻസർ ആയിരിക്കും, പക്ഷെ നിങ്ങൾക്ക് ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ അതും പറഞ്ഞു തരാം കേട്ടോ. അതിനുശേഷം ഫസ്റ്റ് തന്നെ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ചോദിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയേണ്ടത് 3-digit നമ്പർ എന്ന് പറഞ്ഞാൽ എവിടെ മുതൽ എവിടെ വരിക? 100, 999. 100 അതുപോലെ എന്താണ്? 999ന്റെ ഇടയിലാണ് അല്ലേ? ആണ്. സോ 5ൽ ഡിവിസിബിൾ ആയിട്ടുള്ള ഫസ്റ്റ് 3-digit നമ്പർ ആരാണ്? 100. ലാസ്റ്റ് 3-digit നമ്പർ ആരായിരിക്കും? അപ്പം 995. 995 അല്ലേ? ആണ്. അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ എത്ര നമ്പേഴ്സ് ഡിവിസിബിൾ ആണ് എന്ന് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഫോർമുല ഉണ്ട്. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അല്ലെങ്കിൽ സമാന്തര ശ്രേണി എന്നൊരു പോർഷനിൽ നിങ്ങളുടെ ഫോർമുല പഠിക്കുന്നുണ്ട്. n = എന്താണ്? അവസാനത്തെ സംഖ്യ 995 മൈനസ് ആദ്യത്തെ സംഖ്യ ഡിവൈഡഡ് ബൈ ഇവർക്കിടയിൽ എന്ന് വെച്ചാൽ ഈ സംഖ്യകൾക്കിടയിലുള്ള 100 കഴിഞ്ഞാൽ പിന്നെ അടുത്ത നമ്പർ എത്ര? 105. ഇവർക്കിടയിലുള്ള ഡിഫറൻസ് എത്രയാ? 5 പ്ലസ് 1 എന്ന് വെച്ചാൽ ഫോർമുല ഇങ്ങനെയാണ്. n സമം എന്താണ്? an ലാസ്റ്റ് ടേം
A1 ഫസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ ഡി ആണ് ഇവരുടെ ഇടയിലുള്ള പൊതുവ്യത്യാസം, കോമൺ ഡിഫറൻസ്, +1 എന്നാണ് പറയാറ്. അപ്പൊ ഒന്നുമില്ല, നിങ്ങൾ വല്ലാണ്ട് കൺഫ്യൂസ്ഡ് ആവുമൊന്നും വേണ്ട, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഫസ്റ്റ് ഈ മൂന്നക്ക സംഖ്യ എന്ന് പറഞ്ഞാൽ എന്താ, 100ന്റെയും 999ന്റെ ഇടയിലുള്ള നമ്പേഴ്സ് ആണ്. സോ ഫസ്റ്റ് ഡിജിറ്റ് 100, ലാസ്റ്റ് ഡിജിറ്റ് എത്രയാണ്, 995. ഈ രണ്ട് ഡിജിറ്റ് ആയിരിക്കും എന്ത്, ഒരു രണ്ടറ്റത്തായിട്ട് 5 ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പേഴ്സ് എന്ന് പറയും. ഓക്കെ, സോ 995 എന്ന് പറയുമ്പോൾ 895 ബൈ 5 പ്ലസ് 1. സോ 100 എത്ര വരും പറഞ്ഞോ, 1 ബാക്കി 39 7 4 ഉണ്ടാവും, 45 9 179 പ്ലസ് 1 എത്ര വരും, 180 വരും കേട്ടോ. 100 എത്ര വരും മക്കളെ, 180 വരും. റെഡി, ഓക്കെ അല്ലേ? സോ 5ൽ ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പേഴ്സ് കിട്ടി. ദെൻ 9ൽ ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പേഴ്സ് ഇതുപോലെ നമുക്ക് കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഓക്കെ, 9ൽ ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പേഴ്സ് ഇതുപോലെ കണ്ടുപിടിക്കേണ്ടതുണ്ട്. സോ പ്ലേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടേക്ക് എഴുതുവാണ് കേട്ടോ. ഓക്കെ, സോ സിമിലർ പ്രൊസീജിയർ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അതായത് ഫസ്റ്റ് ടേം എന്ത് വരും, 90 കഴിഞ്ഞാൽ 99, then എന്താ 108. ലാസ്റ്റ് ടേം എന്ത് വരും, ലാസ്റ്റ് ടേം 999 വരും. 999 9ൽ ഡിവിസിബിൾ ആണ് അല്ലയോ? സോ n is equal to എന്ത് വരും, 999 മൈനസ് 108 ബൈ 9. ദാറ്റ് ഈസ് 891 ബൈ 9 പ്ലസ് 1 ഉണ്ട് കേട്ടോ. ഈ 9 അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ എന്ത് വരും, 9 വരും. 891 പ്ലസ് 9 ദാറ്റ് ഈസ് 900 ബൈ 9 വരും. ഓക്കെ, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 891 പ്ലസ് 891 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 891 പ്ലസ് 1 ഇൻറ്റു 9 എന്ന് പറഞ്ഞാൽ 9. സോ 891 പ്ലസ് 9 എന്ത് വരും, 900 ബൈ 9 ദാറ്റ് ഈസ് 100 ടേംസ് വരും. റെഡി? അപ്പോൾ 5ൽ ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പർ എത്ര വന്നു, 180 വന്നു. അതുപോലെ എന്താണ്, ഫൈവിൽ ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പേഴ്സ് നമുക്ക് എന്ത് വന്നു, 180 വന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ പറയാവുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഡിവിസിബിൾ ഇൻ 5 എത്ര വന്നു, 180 വന്നു. ഡിവിസിബിൾ ഇൻ 9 എത്ര വന്നു, 100 വന്നു. ഇവിടുത്തെ ഫോർമുല എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു നമ്പർ കിട്ടണമെങ്കിൽ, അതായത് ഹൗ മെനി 3 ഡിജിറ്റ് നമ്പേഴ്സ് ആർ ഡിവിസിബിൾ ഇൻ 5 ഓർ 9 ആണെങ്കിൽ നോക്കിയിട്ടുണ്ട് എ ഓഫ് 5, അതായത് 5ൽ ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പേഴ്സിന്റെ എണ്ണം കേട്ടോ, പ്ലസ് എ ഓഫ് 9 മൈനസ് എ ഓഫ് 5 ആൻഡ് 9 ഈക്വൽ ടു എന്താണ്, എ ഓഫ് 5 ഓർ 9 എന്നാണ് പറയാം. ഒന്നുമില്ല, 5ൽ ഡിവിസിബിൾ ആയിട്ട് നമ്പേഴ്സിനെ ആഡ് ചെയ്യാം, 9ൽ ഡിവിസിബിൾ ആയിട്ട് നമ്പേഴ്സിനെ ആഡ് ചെയ്യാം, ദെൻ മൈനസ് എന്ത് ചെയ്യാം, 5ലും 9ലും ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പേഴ്സ്. 5ലും 9ലും ഡിവിസിബിൾ ആയിട്ട് നമ്പേഴ്സ് പറഞ്ഞാൽ എന്തായിരിക്കും, 45ൽ ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പേഴ്സ് ആയിരിക്കും. 45ൽ ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പേഴ്സ് ആയിരിക്കും അല്ലേ, 45ൽ ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പേഴ്സ് ആയിരിക്കും അല്ലേ. 45ൽ ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പേഴ്സ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഫസ്റ്റ് നമ്പർ കണ്ടുപിടിക്കണം. 45, 90, 135. That is your first number. That is A is equal to first term എന്ത് വരും, 135. ലാസ്റ്റ് ടേം എത്ര വരും, 900ൽ ഡിവിസിബിൾ ആണ്. ദെൻ 945, 990 വരും. റെഡി? സോ n is equal to എന്ത് വരും, 990 ലാസ്റ്റ് ടേം മൈനസ് 1 ഡിവൈഡഡ് ബൈ 45 പ്ലസ് 1 വരും അല്ലേ.
സോ നിങ്ങൾ അങ്ങനെ ചെയ്തു വരുന്ന സമയത്ത് എത്ര വരും? 965 800 955 855 വരും. n is equal to 855/45 പ്ലസ് 1 വരും. ക്രോസ് മൾട്ടിപ്ലൈ എന്ത് വരും? 855 പ്ലസ് 45 എത്ര വരും? 900/45. അപ്പൊ എത്ര വരും? 20 ടേംസ് വരും. 900/45 എത്ര വരും മക്കളെ? 20 ടേംസ് വരും. സോ എന്താണ്? 5ലും 9ലും ഡിവിസിബിൾ ആയിട്ട് നമ്പേഴ്സ് എത്ര ഉണ്ട്? 20 എണ്ണം ഉണ്ട്. ഓക്കെ, സോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് എ ഓഫ് 5ൽ ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പേഴ്സ് എത്ര ഉണ്ട്? 5ൽ മാത്രം ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പേഴ്സ് എത്ര ഉണ്ട്? 180 ഉണ്ട് അല്ലേ? എത്ര ഉണ്ട് മക്കളെ? 180 നമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, പ്ലസ് 100 മൈനസ് എത്ര വരും? 20 വരും. ഓക്കെ, 180 പ്ലസ് 100 മൈനസ് എത്ര വരും മക്കളെ? 20 വരും. സോ ദാറ്റ് ഇസ് 280 മൈനസ് 20 എത്ര വരും? 260 ആയിരിക്കും നിങ്ങളുടെ ആൻസർ വരും കേട്ടോ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? 5ൽ ഡിവിസിബിൾ ആയിട്ട് നമ്പേഴ്സ് കണ്ടുപിടിക്കുക, 9ൽ ഡിവിസിബിൾ ആയിട്ട് നമ്പേഴ്സ് കണ്ടുപിടിക്കുക, മൈനസ് എന്ത് ചെയ്യുക? 5ലും 9ലും ഡിവിസിബിൾ ആയിട്ട് നമ്പേഴ്സ് കണ്ടുപിടിക്കുക. 5ലും 9ലും ആൻഡ് 5 ആൻഡ് 9 5ലും 9ലും ഡിവിസിബിൾ ആയിട്ട് നമ്പേഴ്സ് ആണ് എന്താ? 45 5 into 9 45ൽ ഡിവിസിബിൾ ആയിട്ട് നമ്പേഴ്സ് ആയിരിക്കും. ദാറ്റ് ഇസ് 20 കിട്ടി. നമുക്ക് എന്ത് ചെയ്തു? അപ്പോൾ എ ഓഫ് 5ൽ ഡിവിസിബിൾ ആയിട്ട് നമ്പേഴ്സ് പ്ലസ് എ ഓഫ് എന്താണ്? 9ൽ ഡിവിസിബിൾ ആയിട്ട് നമ്പേഴ്സ് മൈനസ് 2ലും ഡിവിസിബിൾ ആയിട്ട് 5ലും 9ലും ഡിവിസിബിൾ ആയിട്ട് നമ്പേഴ്സ് ആയിരുന്നു മൈനസ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? കുറച്ച് ഫാസ്റ്റ് ആയിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യുക? കുറച്ചുകൂടെ എന്താണ് ഈ ഇക്വേഷൻ അറിയാം നിങ്ങൾക്ക്, കാൽക്കുലേഷൻ സ്പീഡാണ്. നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ പറ്റും? ഒരു 1 മിനിറ്റിനുള്ളിൽ തന്നെ സോൾവ് ചെയ്യാൻ പറ്റും. പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. ഓക്കെ, ഇഫ് എക്സ് ആൻഡ് വൈ ആർ 2 digits of the number 653xy such that this number is divisible by 80. സോ പറ, ഈ ക്വസ്റ്റിൽ ഞാൻ മാർക്ക് ചെയ്യേണ്ട സെന്റൻസ് എന്താണ്? എന്താണ് മാർക്ക് ചെയ്ത് വെക്കേണ്ടത്? എന്താണ് ഞാൻ മാർക്ക് ചെയ്ത് വെക്കേണ്ടത്? നിങ്ങൾ പറ, എന്താണ് ഞാൻ മാർക്ക് ചെയ്ത് വെക്കേണ്ടത്? ലാസ്റ്റ് ഡിജിറ്റ് y എന്തായിരിക്കും? നിങ്ങൾ പറ, ലാസ്റ്റ് ഡിജിറ്റ് y എന്തായിരിക്കും? y will be how much? y will be 0. y will be 0 because 10ൽ ഡിവിസിബിൾ ആണ് അല്ലേ? എന്തുകൊണ്ട് 10ൽ ഡിവിസിബിൾ ആണെന്ന് എനിക്ക് പറയാൻ പറ്റും. 80ൽ ഡിവിസിബിൾ ആണ്. ഒരു നമ്പർ 80ൽ ഡിവിസിബിൾ ആണെങ്കിൽ 80ൽ 8ലും ഡിവിസിബിൾ ആയിരിക്കണം, 10ലും ഡിവിസിബിൾ ആയിരിക്കണം. 10ന്റെ ലോജിക്ക് എന്താ? ലാസ്റ്റ് നമ്പർ എന്തായിരിക്കണം? 0 ആയിരിക്കണം എന്നുള്ളതാണ്. സോ നമുക്ക് y is equal to 0 കിട്ടി കേട്ടോ. y is equal to 0 കിട്ടി. ഓക്കെ, ദെൻ 8ന്റെ ലോജിക്ക് എന്താ? നമ്പർ എന്തായിരുന്നു? ഇപ്പം 653x0 അല്ലേ? അപ്പോൾ 3x0 എന്ന് പറഞ്ഞിട്ടുള്ള ഈ നമ്പർ എന്തായിരിക്കണം? 3x0 എന്ന് പറഞ്ഞിട്ടുള്ള ഈ നമ്പർ എന്തായിരിക്കണം? 8ൽ ഡിവിസിബിൾ ആയിരിക്കണം എന്നുള്ളതാണ് അല്ലേ? സോ 8ൽ ഡിവിസിബിൾ ആയിരിക്കണമെങ്കിൽ ലാസ്റ്റ് 3 ഡിജിറ്റ്സ് 8ൽ ഡിവിസിബിൾ ആയിരിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പൊ എക്സിന് നമുക്ക് ഈ ഓപ്ഷൻസിലൂടെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. നമുക്ക് എന്ത് ചെയ്യാം? അപ്പൊ വാല്യൂ പുട്ട് ചെയ്യാം. 5 പുട്ട് ചെയ്താൽ 350 ഡിവിസിബിൾ ആണോ? അല്ല, ഡിവിസിബിൾ അല്ല. എന്നുവെച്ചാൽ 0 മാറ്റി വെച്ചാൽ 8ൽ ഡിവിസിബിൾ ആണോ നിങ്ങൾ നോക്കിയാൽ മതി. ബാക്കി 35 8ൽ ഡിവിസിബിൾ ആണോ? അല്ല. ദെൻ ഇവിടെ 4 ഇട്ട് കൊടുത്താൽ 34 8ൽ ഡിവിസിബിൾ ആണോ? അല്ല. 33 ആണോ? അല്ല. a is equal to 2. 32 ഇട്ട് കഴിഞ്ഞാലോ? 320 8ൽ ഡിവിസിബിൾ ആണോ? 320/8 നമ്മൾ ചെയ്തതാണ്, ഇത് മുമ്പ് ചെയ്തതാണ് 40 പ്രാവശ്യം. ഓക്കെ, സോ എന്ത് വരുന്നു? എക്സിന്റെ വാല്യൂ എന്ത് വന്നു മക്കളെ? എക്സിന്റെ വാല്യൂ എന്ത് വന്നു? 2 വന്നു. അപ്പൊ എക്സ് പ്ലസ് വൈന്റെ വാല്യൂ അതാ ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത്. 2 + 0. ഈ ഒരു കേസിൽ എന്താണ്? 2 + 0 എത്ര വരും? 2 തന്നെ വരും കേട്ടോ. എക്സ് പ്ലസ് വൈ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും?
2 തന്നെ കിട്ടും. ഞാൻ എന്താ വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അവിടെ എഴുതിയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല. ഞാൻ അപ്പോൾ എന്ത് ചെയ്യും, ഇങ്ങോട്ട് മാറ്റി എഴുതും. ഓക്കെ, സിമ്പിൾ ലോജിക് ആണ് ക്വസ്റ്റ്യൻ വരുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക, വളരെ പെട്ടെന്ന് 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 ചെയ്ത് കയറി പോവാ കേട്ടോ. റെഡി? ഓക്കെ, ശരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇസ് 99992 is divisible by 8 എന്നാണ്. ഒന്ന് നോക്കാം. Okay, so in the question is 99992 is divisible in എത്ര എന്നാണ് ക്വസ്റ്റ്യൻ? ഡിവിസിബിൾ ഇൻ 8 എന്നാണ് ക്വസ്റ്റ്യൻ പേര്. ശരി, സോ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ഓക്കെ 9992 is divisible in 8 എന്ന ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അത് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. അത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ഇട്ടു കേട്ടോ. ലാസ്റ്റ് 3 ഡിജിറ്റ്സ് നോക്കിയാൽ മതി. നിങ്ങൾ 992 എന്താണ് 8ൽ ഡിവിസിബിൾ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 6th one. 6th one 13ന്റെ ഡിവിസിബിലിറ്റി ആണ് അല്ലേ? ഇത് ഞാൻ ഇപ്പൊ പഠിപ്പിച്ചേ ഉള്ളൂ. ഞാൻ നമ്പർ കൊടുത്ത് 4 3 5 5. ഈ 5 ഞാൻ പിടിച്ചു. ബാക്കി എത്ര ഉണ്ട്? 435. 435. 13ന്റെ ഡിവിസിബിലിറ്റി എന്താണ്? നമ്മൾ എന്ത് ചെയ്യണം? ലാസ്റ്റത്തെ 5 എടുത്തു അല്ലെ? അതിന് എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? നമ്മൾ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എത്ര വരും? 20 വരും. സോ ദ ആൻസർ ഇസ് 455. then എന്ത് ചെയ്തു? ഈ 5 ഞാൻ ക്യാച്ച് ചെയ്തു. ബാക്കി എത്രയുള്ളത്? 45 പ്ലസ് ഈ 5നെ ഞാൻ എന്ത് ചെയ്തു? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എത്ര വരും? 20 വരും അല്ലേ? 20 വന്നു. സോ എത്ര വന്നു? 65. സോ 65 എത്തിയിരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 13ന്റെ ടേബിളിലൂടെ ഒന്ന് കണ്ണോടിച്ച് കഴിഞ്ഞാൽ ആൻസറിലേക്ക് എത്തും. 13ന്റെ ടേബിൾ എങ്ങനെയാ? 13ന്റെ ടേബിൾ എങ്ങനെയാണ്? 13ന്റെ ടേബിൾ എങ്ങനെയാണ്? 13 26 പറ 39 52 65. ഓക്കെ, സോ അങ്ങനെ വരുന്ന സമയത്ത് ഇത് ഡിവിസിബിൾ അല്ലേ? ആണ്, ഡിവിസിബിൾ ആണ്. റെഡി? സോ അതാ പറഞ്ഞ കാൽക്കുലേഷൻ സ്പീഡിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാക്സിമം ഫാസ്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും കേട്ടോ. എന്താ ഞാൻ ചെയ്തത്? ഒന്നുമില്ല, 4355 5 ക്യാച്ച് ചെയ്തു. 435 ഈ ക്യാച്ച് ചെയ്ത 5നെ എന്ത് ചെയ്തു? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ 20 വന്നു. 435 പ്ലസ് 20 455 വന്നു. then ഇവിടെ 45. ബാക്കി റിമൈൻഡർ ആയിട്ടുള്ള 5നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇത് വന്നു 20 വന്നു. ദാറ്റ് ഇസ് 65. സോ 4355 is divisible in 13. ദാറ്റ് ഇസ് പക്ക സാറ്റിസ്ഫൈഡ് ആണ്. Ready? Then 7th question 10032. 10032 എന്ന ഈ നമ്പർ എന്താണ്? ഡിവിസിബിൾ ബൈ 12 ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, 12ന്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യാൻ എന്താ മാർഗം? 12നെ എന്ത് ചെയ്യാം? നമുക്ക് 3 into 4 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. 3 into 4 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് 3ന്റെയും 4ന്റെയും ഡിവിസിബിലിറ്റി ചെക്ക് നടക്കുന്നുണ്ടോ നോക്കാം അല്ലേ? 3ന്റെ എന്താണ്? സം ഓഫ് ഡിജിറ്റ്സ് നോക്കിയാൽ മതി. 1 പ്ലസ് 0 പ്ലസ് 0 നോക്കേണ്ട ആവശ്യമില്ല. 1 പ്ലസ് 3 4 4 പ്ലസ് 2 6 വന്നു. SOD 6 ആണ്. SOD 6 ആണെങ്കിൽ എന്താണ്? ഡിവിസിബിൾ ഇൻ 3 ആണ്. ബിക്കോസ് എന്താണ്? 6 3ൽ ഡിവിസിബിൾ ആണ് അല്ലേ? പക്ക 6 3ൽ ഡിവിസിബിൾ ആണ്. 6/3 is equal to 2 കിട്ടുന്നുണ്ട്. then 4ൽ ഡിവിസിബിൾ ആണോ നോക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ലാസ്റ്റ് 2 ഡിജിറ്റ്സ് 32 ആണ്. 32 4ലും ഡിവിസിബിൾ ആണ്. സോ എന്താണ്? ഈ നമ്പർ 12 ഡിവിസിബിൾ ആണ്. സ്പീഡ് കൂടുന്നുണ്ടോ? പ്രശ്നമുണ്ടോ? ഓക്കെ അല്ലേ എല്ലാവരും? ഓക്കെ, സൗണ്ട് ഓഡിബിൾ ആണെന്ന് വിചാരിക്കുന്നു. എല്ലാം പക്കയല്ലേ? എല്ലാം വൃത്തിയായിട്ട് പോകുന്നില്ലേ? സോ നോക്കുക, ചെക്ക് വെദർ 10032 is divisible by 12 എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നോക്കാവുന്നതാണ്. ഡിവിസിബിൾ ആണോ അല്ലേ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്? പക്കയായിട്ട് നോക്കാവുന്നതാണ്. ഓക്കെ, റെഡി?
സോ അടുത്ത എന്താണ് ചെക്ക് വെദർ ദ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 9 എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോ നോക്കിയേ നമ്പർ എന്താ 18972 ആണ് അല്ലെ. 189 എത്ര വരും? 1 + 8 9, 9 + 9 18, 18 + 7 25, 27 വരും. 27 ഡിവിസിബിൾ അല്ലേ? ആണ്. സോ 9 ഡിവിസിബിൾ ആണ്. സാറ്റിസ്ഫൈഡ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വിട്ടിരിക്കുന്നു. എന്താണ് 724 9 ഡിവിസിബിൾ ആണോ അല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ. ഓക്കെ ഓക്കെ, അടുത്ത നമ്പർ എന്താണ് ഡിവിസിബിൾ ഇൻ 22 ആണോ എന്നാണ് ചോദിക്കുന്നത്. ഡിവിസിബിൾ ഇൻ 22 എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, വലിയ നമ്പേഴ്സ് വരുമ്പോൾ എന്ത് ചെയ്യുക, അതിന് ചെറിയ നമ്പേഴ്സിന്റെ കൂട്ടമായിട്ട് എന്ത് ചെയ്യുക, മാറ്റിയെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. 11ഉം 2ഉം 11 × 2 ആക്കി നമുക്ക് അതിനെ മാറ്റാൻ പറ്റും അല്ലെ. 2ൽ ഡിവിസിബിൾ അല്ലേ മക്കളെ ഈ നമ്പർ? ആണ്, ബിക്കോസ് എന്താണ് ലാസ്റ്റ് ഡിജിറ്റ് ഈവൻ നമ്പർ ആണ്. 2ൽ ഡിവിസിബിൾ ആണ്. ദെൻ 11ന്റെ മാത്രം നോക്കിയാൽ മതി അല്ലേ. 11ന്റെ ഡിവിസിബിലിറ്റി ചെക്ക് എങ്ങനെയായിരുന്നു? സം ഓഫ് നമ്പേഴ്സ് ഇൻ ഓഡ് പൊസിഷൻ 1, then third position in the 2 ആണ് 1 + 2 3, 3 + 3 6, 3 6 15, 15ഉം 4ഉം 19 വരും. 19 മൈനസ് ഈവൻ പൊസിഷണൽ നമ്പേഴ്സ് എന്തൊക്കെയാ? 6 + 6 12, 12ഉം 19, 12 7 19, 19 + 0 19 തന്നെ. 19 മൈനസ് 19 0 വരും. സാറ്റിസ്ഫൈഡ് അല്ലേ? ഓക്കെ അല്ലേ? ശരി. അപ്പൊ 22ന്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്ത് എങ്ങനെയാണ്? 11ഉം 2ഉം വെച്ചിട്ടാണ് അല്ലേ. നമ്മള് ഇതാ 1 മിനിറ്റ് സമയം എടുത്തിട്ടുള്ളൂ കേട്ടോ. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസേ ഉള്ളൂ ഇതൊക്കെ. ഇതൊക്കെ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ 26ന്റെ ഈ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് എന്താ പറയുക, ഒരു 1 മിനിറ്റിന്റെ മേലെ ചെറുതായിട്ട് കയറാൻ ചാൻസ് ഉള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് മാർക്ക് ഫോർ റിവ്യൂ കൊടുത്തിട്ട് ലാസ്റ്റ് ചെയ്യാൻ നോക്കുക കേട്ടോ. ഇങ്ങനെ പൊതുവെ 13ന്റെ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് റെയർ പീസ് ആയിട്ട് ചോദിക്കാറുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മുടെ SSCയുടെയും NTPCയുടെ ഒക്കെ കോൺസിന്റെ, അതായത് മാത്സിന്റെ പാറ്റേൺ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഏത് സെക്ഷൻ നിങ്ങൾ നോക്കിയാലും ഏതൊരു സെക്ഷനിലും എന്തുണ്ട്, എളുപ്പമുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്. എളുപ്പം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മളെല്ലാം പഠിച്ച് നമുക്ക് എല്ലാം എളുപ്പം തന്നെയാണ്. ബട്ട് എന്താണ്, ടൈം കൺസ്യൂമിങ്ങിന്റെ ഒരു പ്രശ്നമുണ്ട് അല്ലെ. ടൈം കൺസ്യൂം ചെയ്യുന്ന ക്വസ്റ്റ്യൻസും ഉണ്ട്, കൺസ്യൂം ചെയ്യാത്ത ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പോൾ നമ്മുടെ പാറ്റേൺ എന്താണ്, ഏത് പോർഷനിൽ വേണേൽ നമുക്ക് ക്വസ്റ്റ്യൻ ടൈറ്റ് ആക്കുകയും ചെയ്യാം, ഏത് പോർഷൻ വേണേൽ നമുക്ക് ലൂസ് ആക്കുകയും ചെയ്യാം. അപ്പൊ നമുക്കത് മനസ്സിലാവണമെങ്കിൽ എന്താണ്, ഇത് ടൈറ്റ് ക്വസ്റ്റ്യൻ ആണോ ലൂസ് ക്വസ്റ്റ്യൻ ആണോ മനസ്സിലാവണം. എന്താണ്, നമ്മൾ എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യനും കണ്ടിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം, പഠിച്ചിരിക്കണം അല്ലെ. സോ നമുക്ക് എന്താണ് 26ന്റെ നോക്കാം. സോ 18 788 224 അല്ലെ. 2ൽ ഡിവിസിബിൾ ആണോ ഇത്? 26 എന്ന് പറയുമ്പോൾ എന്താണ് 13 × 2 ആണ്. 2ൽ ഡിവിസിബിൾ ആണെന്ന് മനസ്സിലായി. ദെൻ 13ന്റെ ഡിവിസിബിലിറ്റി ചെക്ക്. 13ന്റെ ഡിവിസിബിലിറ്റി ചെക്ക് എന്താണ്? +4 വെച്ചിട്ടാണ് അല്ലെ. 18 788 22 പ്ലസ് എത്രയാണ്? +4 അല്ലേ. 4 × 4 എത്ര വരും? 16. അല്ലേ. ശരി, നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആ 8 ഒഴിവാക്കിയിട്ട് 8ന് എന്ത് ചെയ്യണം, നമ്മൾ 8ന് എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? നമ്മൾ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. 18 788 3 വരും. 8നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എത്ര വരും? 32 വരും. 5 8 + 3 1, ബാക്കി 1 വരും. 1 + 8 എത്ര വരും? 9 വരും. 7 8 1 7 9 അല്ലേ. ആ 5 നമുക്ക് തൽക്കാലം നെഗ്ലക്ട് ചെയ്യാം. ഫൈവ് ഇൻറ്റു എത്ര വരും? 5 ഇൻറ്റു എത്ര ചെയ്യേണ്ടത്? 4 അല്ലേ ചെയ്യേണ്ടത്? 20 വരും. 187 20 വരുന്ന ഇത് 18811 വരും. 18811 വരും കേട്ടോ. then again 1 റൗണ്ട് ഓഫ് ചെയ്യുന്നു. അപ്പൊ എത്ര വരും? 1881 പ്ലസ് 1 × 4 എത്ര വരും? 4 തന്നെ. 1885 വരും കേട്ടോ.
ദെൻ നമ്മൾ എന്താ ചെയ്യുന്നത്? 5 റൗണ്ട് ചെയ്യാം. ഇത്ര വരും 188. 5 ഇൻറ്റു പറ, 5 ഇൻറ്റു 4 എത്ര വരും? 20 വരും. 208 വരും. 208 വരും. ദെൻ 8 റൗണ്ട് ചെയ്യാം. 20 വരും. 20 പ്ലസ് 8 ഇൻറ്റു 4 എത്രയാണ് മക്കളെ? 32. 52 വരും. ഓക്കെ, സോ 52 എന്ന് പറയുന്ന സമയത്ത് 13 മൾട്ടിപ്പിൾ ആണോ? ആണ്. 13, 26, 39, ദെൻ എന്താണ്? 52. ഓക്കെ അല്ലേ? റെഡി? ശരി. സോ അങ്ങനെ എന്ത് വരും? അങ്ങനെ വരുമ്പോൾ എന്ത് വരും? 52 is a multiple of 13. So the given number is a multiple of 13. Satisfied. Okay. അപ്പോൾ നമുക്ക് എന്താണ് ഇത്രയും സ്റ്റെപ്സ് ചെയ്യാനുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്സ് ആണ് ചെയ്യാനുള്ളതെന്ന് ആലോചിക്കാം. അപ്പോൾ കാൽക്കുലേഷൻ്റെ ഒരു ഫാസ്റ്റ്നെസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതും കുറഞ്ഞ സമയത്ത് ചെയ്യാനുള്ള ലെവലിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എത്തിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, റെഡി? ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്തത് ലാസ്റ്റ് ഡിജിറ്റ് പിക്ക് ചെയ്യുന്നു, ബാക്കി റിമൈൻഡറിനെ എഴുതുന്നു, എന്നിട്ട് ലാസ്റ്റ് ഡിജിറ്റിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, എഴുതുന്നു. റിപ്പീറ്റ്. ദാറ്റ് സ്റ്റെപ്പ് ഇസ് ഓൾസോ റിപ്പീറ്റ്. ഇവിടെ 8 റൗണ്ട് ഓഫ് ചെയ്തു, ബാക്കിനെ എഴുതി. 8 × 4 എത്ര? 32. പിന്നെ ലാസ്റ്റ് 5 റൗണ്ട് ഓഫ് ചെയ്തു. 5 × 4 20 ആണ്. ദെൻ 1 റൗണ്ട് ഓഫ് ചെയ്തു, ബാക്കി ഇൻറ്റു 4 എഴുതുന്നു. 1885. 188. ദെൻ 5 × 4 എത്ര വരും? 20 വരും. 208. ദെൻ 20 പ്ലസ് എന്ത് വരും? 8 × 4 32 വരും. ദാറ്റ്സ് 52. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, okay, so the last question for today. This number, the given number is divisible in 85. 85 divisible ആണെന്ന് നോക്കണേ നമുക്ക് എന്ത് ചെയ്യാം? 17 × 5 ആണ് 85. 5 divisible ആണ് ബിക്കോസ് എന്താണ്? ലാസ്റ്റ് ഡിജിറ്റ് ഇസ് 5. 5 അല്ലെങ്കിൽ 0 വന്നാൽ മതി ലാസ്റ്റ് ഡിജിറ്റ് അല്ലേ? ദെൻ 17 divisible ആണ് നോക്കണമെങ്കിൽ നമുക്ക് ഡിവിസിബിലിറ്റി ചെക്ക് എന്താണ്? -5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പോവുക എന്നുള്ളതാണ്. സോ 4, 5, 8, 2, 2, 7, 3 മൈനസ് എത്ര വരും? 5 × 5 എത്ര വന്നു? 25. എത്ര വരും? 48 അല്ലേ? ബാക്കി എടുത്തേത് 2, 2, 8, 5, 4. ഓക്കെ, ഇനി 8 പിക്ക് ചെയ്യും നമ്മൾ അല്ലേ? 4, 5, 8, 2, 2, 4 മൈനസ് 8 × 5 എത്ര വരും? 40 വരും. 224 മൈനസ് 40 എന്ന് പറയുമ്പോൾ എന്ത് വരും? 184. പിന്നെ 8, 5, 4. ഇതിനടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? 4 റൗണ്ട് ചെയ്യുന്നു. എത്ര വരും? 4, 8, 1, 8 അല്ലേ? മൈനസ് 4 × 5 എത്ര വരും? 20. ദാറ്റ് ഈസ് 8, 1, 8 മൈനസ് 20 എത്ര വരും? 7, 9, 8 വരും കേട്ടോ. അപ്പോൾ നമ്മൾ വീണ്ടും 8 റൗണ്ട് ചെയ്യുന്നു. അവിടെ എത്ര വരും? 4, 5, 7, 9 മൈനസ് 8 × 5 40. ദാറ്റ് ഈസ് 4, 5, 7, 3, 9. സോറി, എത്ര വരും? 4, 5, 3, 9. 9 ഒഴിവാക്കി കഴിഞ്ഞാൽ എത്ര വരും? 4, 5, 3 മൈനസ് 9 × 5 എത്ര വരും? 45 വരും അല്ലേ? 408. 408. ഓക്കെ, ദെൻ ചെയ്യാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? 40 അല്ലേ? ലാസ്റ്റ് സ്റ്റെപ്പാണ്, ശ്രദ്ധിക്കുക. 40 മൈനസ് 8 × 5. 8 × 5 എത്രയാ?
8 × 5 40 തന്നെ അല്ലേ? 40 - 40 എത്ര വരും? 0 വരും. സോ 0 വന്നു കഴിഞ്ഞാൽ ഡിവിസിബിൾ ആണ് ഇൻ 17. അപ്പോൾ ദ നമ്പർ ഇസ് ഡിവിസിബിൾ ഇൻ 17. ഒന്നെങ്കിൽ 0 എത്തുക അല്ലെങ്കിൽ എന്താണ് എ മൾട്ടിപ്പിൾ ഓഫ് 17 എത്തുക എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ. സോ ഞാനിങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ഇത്ര സമയം എടുത്താണ്. നിങ്ങൾ ചെയ്യുമ്പോൾ ഇത്ര സമയം എടുക്കില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് വരുവാണെങ്കിൽ സൂപ്പറായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസറിലേക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ. വളരെ ജെന്യൂൻ ആയിട്ട് നിങ്ങൾ ഇതിന്റെ മുകളിൽ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ആൻസറിലേക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ ഞാൻ ഇന്നത്തെ മെറ്റീരിയലും കുറച്ച് ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻസിന്റെ മെറ്റീരിയലും ഈ മെറ്റീരിയൽ എന്ത് ചെയ്യാൻ ഞാൻ ഗ്രൂപ്പിലേക്ക് ഇടാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇത്രയും ഭാഗങ്ങൾ എന്ത് ചെയ്യുക? പക്കയായിട്ട് പഠിക്കാം. ഓക്കെ. അപ്പോൾ നിങ്ങൾ കോമ്പിനേഷൻ ലോജിക്കുകളും എല്ലാ ടൈപ്പ് ലോജിക്കുകളും എന്ത് ചെയ്യണം? നല്ല വൃത്തിയായിട്ട് വർക്ക് ആവണം. ഓക്കെ. 22 ആണെങ്കിൽ എന്താണ്? 11 × 2 ആണ്. 11 × 2ന്റെയും ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യുക. 26 ആണെങ്കിൽ എന്താണ്? 13 × 2 ആണ്. 13ന്റെയും 2ന്റെയും ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യുക. 85 ആണെങ്കിൽ നമ്മൾ ഇപ്പോൾ എന്താ ചെയ്തത്? 17ന്റെയും 5ന്റെയും ചെയ്യും. 5ന്റെ എന്താണ്? ലാസ്റ്റ് ഡിജിറ്റ് 5 അല്ലെങ്കിൽ 0 വരണം. 17ന്റെ എന്താണ്? നമ്മൾ -5 കൊണ്ട് ഇൻറ്റു ചെയ്തിട്ടുള്ള ആ ലോജിക്ക്. ഓക്കെ. നിങ്ങളപ്പോൾ പക്കയായിട്ട് എന്ത് ചെയ്യുക? ചെയ്ത് അടിച്ചു കയറി വരിക. അടിപൊളിയായിട്ട് ചെയ്തു വരിക. ഓക്കെ. ഉഷാറായിട്ട് വരിക. അപ്പോൾ താങ്ക് യു ഓൾ. ഞാൻ ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. നെക്സ്റ്റ് സെഷനിൽ കമന്റ്സിൽ ഇടുക, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ